ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് ഈശോ കാൽവരി മല കയറുകയും പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ചെയ്തതിനെ അനുസ്മരിച്ചുകൊണ്ട് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ രൂപതയിലെ വിശ്വാസി സമൂഹം എഴുകുംവയൽ കുരിശുമല തീർത്ഥാടനം നടത്തി. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് ഇടുക്കി രൂപതയിലെ വൈദികർ എഴുകുംവയൽ കുരിശുമലയിലേക്ക് കാൽനട തീർത്ഥാടനത്തിൽ മുൻനിരയിൽ അണിനിരന്നപ്പോൾ വിശ്വാസികൾ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി അനുഗമിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നും ഏപ്രിൽ 10 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് തീർത്ഥാടനം ആരംഭിച്ചത്. വാഴത്തോപ്പ്, ഇടുക്കി, മരിയാപുരം, പാണ്ടിപ്പാറ എന്നിവിടങ്ങൾ പിന്നിട്ട തീർത്ഥയാത്ര പാണ്ടിപ്പാറ സെന്റ് ജോസഫ് പള്ളിയിൽ സമാപിക്കുകയും ശേഷം ഏപ്രിൽ 11 പുലർച്ചെ 3:45 പുനരാരംഭിക്കുകയും ചെയ്തു. വിവിധ ഇടവകളിൽ നിന്ന് രാവിലെ 8:30 മലയാടിവാരത്ത് സംഗമിച്ച ശേഷമാണ് വിശ്വാസികൾ മല കയറാൻ ആരംഭിച്ചത്. മലമുകളിൽ എത്തിയ ശേഷം രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കുരിശിന്റെ ആശീർവാദവും സന്ദേശവും നൽകി. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവനുവേണ്ടി സഹിക്കാൻ കൂടിയാണ് നമുക്ക് കൃപ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ തർക്കങ്ങളും നമ്മുടെ വിഭാഗീയതയും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ ധനമോഹവും നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ സഭയിലെ എല്ലാ പ്രയാസങ്ങളും കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് മോചനത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുവാൻ, മനുഷ്യർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ, സത്യത്തെ പുൽകുവാൻ, സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ, ഈ ഭാരത നാട്ടിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർത്തുവാൻ എവർക്കും ഇടവരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2025 വലിയ നോമ്പിലെ 40ാം വെള്ളിയാഴ്ചയായ ഏപ്രിൽ 11 ഇടുക്കി രൂപത തീർത്ഥാടന ദിനമായാണ് ആചരിച്ചത്. പ്രത്യേകിച്ച് 2025 ജൂബിലി വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ നോമ്പിൽ എഴുകുംവയൽ കുരിശുമല സന്ദർശിച്ച് ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് ജൂബിലി വർഷ സമാനമായ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് എന്നതും ശ്രദ്ധേയമായി. ഷെക്കന ന്യൂസ്, ഇടുക്കി.